السلام عليكم ورحمة الله. بسم الله والحمد لله. اللهم صل على سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. ജംഉം ഖസറും അതിൻ്റെ നിബന്ധനകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജംഇനും ഖസറിനും പൊതുവായി വരുന്ന നിബന്ധനകൾ. അതിൽ ഹലാലായ യാത്രയായിരിക്കണം എന്ന നിബന്ധനയെ സംബന്ധിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരാൾ ഉല്ലാസയാത്ര നടത്തുകയാണെങ്കിൽ ആ യാത്ര ഹലാലായ യാത്രയാണോ, ഖസ്ർ ജംഉ പറ്റുമോ, അതല്ല പറ്റുകയില്ലേ? ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈത്തമി റഹ്മഹുല്ലാഹ് തങ്ങളും ബഹുമാനപ്പെട്ട ഇമാം റംലി അതുപോലെ ഖത്തീബ് ഷിർബിനി ഇവർ തമ്മിലും വീക്ഷണ വ്യത്യാസം ഉണ്ട്. വലൗകാനലി മഖ്സിദിഹി തരീഖാനി, തൻ്റെ ഉദ്ദിഷ്ട സ്ഥലത്തേക്ക് രണ്ട് വഴിയുണ്ട്. തരീഖുൻ തവീലുൻ വ തരീഖുൻ ഖസീറുൻ. തവീലായ ഒരു വഴിയുണ്ട് എന്ന് പറഞ്ഞാൽ 2 മർഹലയോ അതിൽ കൂടുതലോ. ഖസീറായ ഒരു വഴിയും ഉണ്ട് എന്ന് പറഞ്ഞാൽ 2 മർഹലയിൽ താഴെ ദൂരം വരുന്ന മറ്റൊരു വഴിയും. ഫസലക തവീല ലിഗർളിൻ, അപ്പോൾ ഒരാൾ ദീർഘമായ ആ വഴിയെ ആണ് തെരഞ്ഞെടുത്തത്, അതിൽ പ്രവേശിച്ചു ഒരാവശ്യത്തിന് വേണ്ടി. സുഹൂലത്തിൻ, ഒന്നുകിൽ ആ വഴി എളുപ്പമാണ് യാത്രക്ക്, ഔ അമ്മിൻ കൂടുതൽ സുരക്ഷയുണ്ട്, ഔ സിയാറത്തിന്, അതല്ലെങ്കിൽ പോകുന്ന വഴി സിയാറത്തിന് പറ്റും, ഔ ഇയാദത്തിന്, അതല്ലെങ്കിൽ രോഗസന്ദർശനം പറ്റും, ഔലി സലാമത്തി മിനൽ മക്കാസീന, അതല്ലെങ്കിൽ ചുങ്കം പിരിക്കുന്ന ആളുകളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. അങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾ വെച്ചുകൊണ്ടാണ് തവീലായ വഴിയിലൂടെ അവൻ പ്രവേശിച്ചത്. വകദാലി മുജറദി തനസ്സുഹിൻ അലൽ ഔജഹി, ഇവിടെയാണ് നമ്മുടെ പ്രധാന വിഷയം. ഇപ്രകാരം തന്നെ വെറും തനസ്സുഹിന് വേണ്ടി മാത്രം പ്രവേശിച്ചു, ഉല്ലാസത്തിന് വേണ്ടി മാത്രം. ലി അന്നഹു ഗർളുൻ, അങ്ങനെ പ്രവേശിച്ചാൽ ശേഷം പറയുന്നു ഖസറ, അവൻ ഖസറാക്കണം. ലി വുജൂദി ഷർത്തി, ഖസറാക്കാനുള്ള നിബന്ധന അവിടെ ഉണ്ട്. ദീർഘമായ യാത്രയാണ്, അതോടൊപ്പം ഒരു ശരിയായ ലക്ഷ്യവും ഉണ്ട്. ലി അന്നഹു ഗർളുൻ മഖ്സൂദുൻ, ഈ തനസ്സുഹ് എന്ന് പറയുന്നത് ഒരു ഉദ്ദേശിക്കപ്പെടാവുന്ന ആവശ്യമാണ്. ഇത് ഹുവ, കാരണം ഈ തനസ്സുഹ് എന്ന് പറഞ്ഞാൽ ഇസാലത്തുൽ ഖുദൂറത്തിൻ നഫ്സിയത്തി, മാനസിക വിഷമത്തെ നീക്കം ചെയ്യുക എന്നുള്ളതാണ്. ബിറുഇയത്തി മുസ്തഹ്സനിൻ, ഭംഗിയുള്ള കാര്യങ്ങളെ കാണൽ കൊണ്ട്. യശ്ഗലുഹ ബിഹി, ഈ നഫ്സിനെ ഈ മുസ്തഹ്സന് കൊണ്ട് അവൻ ജോലിയാക്കും. അൻഹ, ഈ മാനസികമായ വിഷമത്തിനെ തൊട്ട്. വമിൻ തമ്മ, ഇതുകൊണ്ട് തന്നെ ലൗ സാഫറ ലി അജലിഹി ഖസറ അയ്ളൻ, ഈ ഉല്ലാസം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരാൾ യാത്ര പോയാലും അവൻ ഖസറാക്കണം. അയ്ളൻ, ഇങ്ങനെ പോകുന്ന വഴിക്ക് അത് ലക്ഷ്യമാക്കി മറ്റൊരു ദീർഘമായ വഴിയിലൂടെ പ്രവേശിച്ചാലും ഖസറാക്കാം എന്നതുപോലെ തന്നെ.
ബിഖിലാഫി മുജറദി റുയത്തിൽ ബിലാദി ഇബ്തിദാഅൻ. ഈ തുടക്കത്തിൽ തന്നെ കേവലം രാജ്യങ്ങൾ കാണുക എന്നുള്ളത് മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ, ഔ ഇൻദൽ ഉദൂലി, അതല്ലെങ്കിൽ രണ്ട് കുറഞ്ഞ വഴിയും ദീർഘമായ വഴിയും ഉള്ളപ്പോൾ ദീർഘമായ വഴിയിലേക്ക് തെറ്റിയത് കേവലം നാട് കാണുക, ഒരു ഉല്ലാസം ലക്ഷ്യമാക്കിക്കൊണ്ടല്ല, നാട് കാണുക എന്നുള്ളത് മാത്രം. അങ്ങനെയാണെങ്കിൽ അവിടെ പറ്റുകയില്ല, ഖസറു ജമ്മു പറ്റൂല. അല്ലി അന്നഹു ഖർളുൻ ഫാസിദുൻ, അതൊരു ഫാസിദായ ആവശ്യമാണ്. വലുസൂമു തനസ്സുഹി ലഹു, ഇങ്ങനെ ഓൻ്റെ ഉദ്ദേശം ഉല്ലാസമല്ല, കേവലം നാട് ഇങ്ങനെ കണ്ടു നടക്കുക, അത് മുഖേന തനസ്സുഹ് ഉണ്ടാവുക എന്നുള്ളത് ലാ നദറ ലഹു ഇലൈഹി, അതിലേക്ക് നോട്ടമില്ല. ചില ആളുകൾക്ക് അങ്ങനെ ഈ ഉദ്ദേശം ഇതാണെങ്കിലും ചിലപ്പോൾ അതുകൊണ്ട് ഒരു മാനസിക ഉല്ലാസം കൈവരാനിടയുണ്ട്. അലാന്നഹു വൈറു മുത്തലിദിൻ, അത് ഉണ്ടാവണം എന്നൊന്നുമില്ല, ചിലപ്പോൾ ഉണ്ടാവാം. എന്നാൽ പോലും അവൻ്റെ ഉദ്ദേശം ഫാസിദായത് കൊണ്ട് അവൻക്ക് കസർ ജമ്മ പറ്റുകയില്ല എന്നാണ്. തുഹ്ഫ 2382-83. തനസ്സുഹ് ഇവിടെ പറഞ്ഞല്ലോ, ഹുവ ഇസാലത്തുൽ കദുറാത്തിൽ ബശരിയത്തി, മാനസികമായ വിഷമം, മനുഷ്യ സഹജമായ പ്രശ്നങ്ങൾ നീക്കം ചെയ്യുക. ഹുവ റുഇയത്തു മാ തംബസിത്തു ബിഹി നഫ്സു ലിഇസാലത്തി ഹുമൂമുദ്ദുനിയ. വേറെ നിർവചനം തന്നെ ഏറെക്കുറെ തന്നെ, ഒന്നിനെ കാണലാണ്, ആ ഒന്നുകൊണ്ട് നഫ്സ് രസിക്കും, ഉല്ലസിക്കും. അങ്ങനത്തെ ഒന്നിനെ കാണുക എന്തിനു വേണ്ടി? ഇസാലത്തി ഹുമൂമി ദുന്യ, ദുന്യാവിൻ്റെ ഹമ്മുകളൊക്കെ നീക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഖസറിന്റെ ആവശ്യത്തിന്, ഈ തനസ്സുഹിന്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം യാത്ര ചെയ്താലും ഖസറാക്കാം. ഇവിടെ ഖാലഫഹു നിഹായത്തു വൽ മുഗ്നി, നിഹായയും മുഗ്നിയും ഇതിനെതിരാണ്. ഫഅതമദ, അവ രണ്ടുപേരും പ്രബലമാക്കുന്നു, അന്നഹു ലാ ഫർഖ ബൈന തനസ്സുഹി വ റുഅയത്തിൽ ബിലാദി, നാട് കാണുക എന്നുള്ളതിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഇടയിൽ വ്യത്യാസം ഇല്ല. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ ഈ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് യാത്രയെങ്കിൽ പറ്റുകയില്ല. ഫൈൻകാന വാഹിദുൻ മിൻഹുമാ സബബൻ ലി അസ്ലി സഫരി, ഈ രണ്ടിൽ നിന്ന് ഒന്ന് എന്ന് പറഞ്ഞാൽ റുയത്തുൽ ബിലാദ്, തനസ്സുഹ്, ഇവയിൽ നിന്ന് ഏതെങ്കിലും ഒന്നായി അടിസ്ഥാന യാത്രക്കുള്ള കാരണമാണെങ്കിൽ ഫലാ യഖ്സുറു, ഓൻ കസ്റാക്കാൻ പാടില്ല. ഔലിൽ ഉദൂലി, അതല്ലെങ്കിൽ ദീർഘമായ വഴിയിലേക്ക് തെറ്റാൻ ഇതാണ് കാരണമെങ്കിൽ കസറാക്കുകയും ചെയ്യാം എന്നാണ് ഇവര് നിഹായ മോഹിനി ഇവര് പറയുന്നത്. ഷർവാനി 2383. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ തനസ്സുഹിന് വേണ്ടി, ഉല്ലാസത്തിന് വേണ്ടിയുള്ള യാത്രയിൽ ഖസർ ജംഅ് പറ്റും. തുടക്കത്തിൽ തന്നെ ആ ഉദ്ദേശമാണെങ്കിലും യാത്ര മധ്യേ ആ ഉദ്ദേശം വെച്ചുകൊണ്ട് ദീർഘമായ വഴിയിലൂടെ തെറ്റിയാൽ പോലും അത് പറ്റും. ഇങ്ങനെയാണ് തുഹ്ഫ പറയുന്നത്, ഇബ്നു ഹജർ തങ്ങൾ പറയുന്നത്. റംലി ഇമാമും അതുപോലെ തന്നെ ഖത്തീബു ഷിർബീനിയും അതിന് എതിരുമാണ്. ഷറുൽ മന്നജ് ജമൽ സൈദം 1-597 ഇക്കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ യാത്ര ഹലാലായ യാത്രയായിരിക്കണം. ഇനി യാത്രയുടെ തുടക്കം ഹലാലാണ്, പിന്നീട് ആ യാത്ര ഹറാമിലേക്ക് തിരിഞ്ഞാലോ? ഫലോ അൻശഅ സഫറൻ മുബാഹൻ, ഒരാൾ ഒരു ഹലാലായ യാത്രയെ ആരംഭിച്ചു. സുമ്മ ജഅലഹു മഅസിയത്തൻ, പിന്നെ അതിനെ അവൻ മഅസിയത്താക്കി, ദോഷകരമായ യാത്രയാക്കി. എന്നാ ഫലാ തറഖുസ ലഹു, അവനക്ക് ഈ യാത്രയുടെ വിടുതികൾ പറ്റുകയില്ല. മിൻ ഹീനിൽ ജഅലി,
ഈ യാത്രയെ അവൻ മഅസിയത്താക്കിയേടം മുതൽക്ക് പറ്റൂല ഫിലസഹി. ഇതുപോലെ കമാലൗ അൻഷ അസ്സഫറ ബി ഖസ്ദിൽ മഅസിയത്തി, മഅസിയത്ത് തന്നെ ഉദ്ദേശിച്ചുകൊണ്ട് യാത്രയെ അവൻ ആരംഭിച്ചാൽ പറ്റാത്തതുപോലെ തന്നെ പറ്റുകയില്ല. ഫഇൻ താബ, ഇനി ഓൻ തൗബ ചെയ്താലോ, ഓന് മഅസിയത്ത് മഅസിയത്തിന്റെ ഒരു യാത്രയാക്കി മാറ്റി, എന്നാ പറ്റൂല, ഖസ്ർ ജമ്മു പറ്റൂല എന്ന് പറഞ്ഞല്ലോ. ഫഇൻ താബ, ഇനി അവൻ തൗബ ചെയ്താൽ, ഖസറ ജസ്മൻ, അവനക്ക് ഉറപ്പായിട്ടും ഖസർ പറ്റും എന്ന് പറഞ്ഞാൽ ജമ്മും പറ്റും. കമാഫി ഖൗലിഹി വലൗ അൻശഅഹു ആസിയം ബിഹി സുമ്മ താബ തൗബത്തൻ സഹീഹത്തൻ, അവൻ യാത്ര കൊണ്ട് ദോഷിയാണ്, ആ നിലക്കാണ് യാത്ര ആരംഭിച്ചത്, പിന്നെ ശരിയായ തൗബ ചെയ്താൽ ഫമൻശഉ സഫരി മിൻ ഹീനി തൗബത്തി, അവന്റെ യാത്ര, അവൻ പിന്നെ യാത്ര ആരംഭിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അതിനെ പരിഗണിക്കുക അവൻ തൗബ ചെയ്ത ആ സമയം മുതൽക്കാണ്. ഫഇൻകാന ബൈന മഹല്ലിഹ വ മഖ്സിദിഹി മർഹലതാനി ഖസറ, അപ്പോൾ ഈ തൗബ ചെയ്ത സ്ഥലത്തിൻ്റെയും ഇനി അവൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിൻ്റെയും ഇടയിൽ 2 മർഹലയുണ്ടെങ്കിൽ അവനക്ക് ഖസർ പറ്റും, ജംഉം പറ്റും. പ്രബല അഭിപ്രായത്തിൽ നീണ്ട യാത്രയാണല്ലോ പറ്റുക ജമ്മ്. വയില്ല ഫല, അങ്ങനെ 2 മർഹല ഇല്ലെങ്കിൽ അത് പറ്റുകയുമില്ല. ഈ 2 മർഹല ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞത് വയംബഗി അൻ യകൂന ഇബ്തിദാഉൽ മർഹലതൈനി ബഅദ മുഫാറഖത്തി മഹല്ലി തൗബത്തി മിൻ ഖറിയത്തിൻ ഔ ബാദിയത്തിൻ, ഇവിടെ അവൻ തൗബ ചെയ്ത ആ ഖറിയ, അതല്ലെങ്കിൽ ആ പ്രദേശം, ആ സ്ഥലത്തിലെ പിന്നെ അതിർത്തി വിട്ടുകടന്ന ശേഷം മാത്രമേ 2 മർഹലയുടെ ആരംഭമാവുള്ളൂ. അവിടുന്ന് അങ്ങോട്ടാണ് പിന്നെ 2 മർഹല ആരംഭിക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. ഇവിടെ തൗബ ചെയ്താൽ അവിടുന്ന് അങ്ങോട്ടാണ് യാത്രയുടെ വിടുതികൾ അവനക്ക് പറ്റുക. വമാലാ യുസ്തർതു തറഹുസ തൂലുഹു, ഇനി ഈ യാത്ര ദീർഘമാകണം എന്നില്ല, ഇനി യാത്ര തന്നെ വേണം എന്നില്ല ചില റുഖ്സകൾക്ക്. അങ്ങനെ ഷർത്തില്ലാത്ത ചില കാര്യങ്ങൾ, കാക്കിലിൽ മൈത്തത്തി, ശവം തിന്നാ പോലെയുള്ള ലറൂറത്തിന്റെ ഘട്ടത്തിൽ, അത് യസ്തബീഹുഹു മിൻ ഹീനി തൗബത്തി മുത്തലഖൻ, തൗബ ചെയ്ത സമയം മുതൽക്ക് തന്നെ അവനക്ക് ഹലാലായിട്ട് വരും. മുത്തലഖ് എന്ന് പറഞ്ഞാൽ 2 മർഹല അവശേഷിക്കട്ടെ ഇല്ലാതിരിക്കട്ടെ. അപ്പൊ സഹിഹായ തൗബ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് അവനക്ക് 2 മർഹല ദൂരമുണ്ടെങ്കിൽ ഖസ്ർ ജമ്മു പറ്റും, ഇല്ലെങ്കിൽ പറ്റൂല. ഖറജ ബി സഹീഹത്തിൻ തൗബത്തൻ സഹീഹത്തൻ വഖറജ ബി സഹീഹത്തൻ മാലോ അസാബി സഫരിഹി യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം യാത്ര കൊണ്ട് അവൻ തെറ്റുകാരനായി. സുമ്മ താബ, പിന്നെ അവൻ തൗബ ചെയ്തു. വെള്ളിയാഴ്ച ജുമുഅ നഷ്ടപ്പെടും വിധമുള്ള യാത്രയായതുകൊണ്ടുള്ള മഅസിയത്താണ്. പിന്നെ അവൻ തൗബ ചെയ്താൽ ഫഇന്നഹു ലാ യതറഖസു മിൻ ഹീനി തൗബത്തി, അവിടെ തൗബ ചെയ്ത സമയം മുതൽക്ക് തന്നെ അവനക്ക് തറഖുസ് പറ്റൂല. ബൽ ഹത്ത തഫൂത്തൽ ജുമുഅതു, ജുമുഅ നഷ്ടപ്പെടുന്നത് വരെ പറ്റൂല എന്നാണ്. ഐ മിൻ വഖ്തി വമിൻ വഖ്തി ഫവാത്തിഹ യകൂനു ഇബ്തിദാഉ സഫരിഹി, ആ ജുമുഅ നഷ്ടപ്പെട്ട സമയം മുതൽക്കാണ് ഓന്റെ യാത്രയുടെ ആരംഭം ഉണ്ടാവുക. അപ്പോ ജുമുഅ നഷ്ടപ്പെടുന്ന വിധത്തിലുള്ള യാത്ര കാരണമായി ദോഷിയായ തെറ്റുകാരനായ ഒരു വ്യക്തി തൗബ ചെയ്ത് കഴിഞ്ഞാൽ ജുമുഅയെ തൊട്ട് അവൻ ആശ മുറിയുന്ന ഒരു ഘട്ടം വന്നെങ്കിലേ അവിടുന്ന് അങ്ങോട്ട് പിന്നെ അവനക്ക്
ഈ യാത്രയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ. ഖസ്ർ ജംഅ് പോലെയുള്ളത് അവനക്ക് നിർവഹിക്കാൻ പറ്റുകയുള്ളൂ എന്ന് സാരം. തുഹ്ഫ ഷെർവാനി സഹിതം 2387, ജമല് 1600 എന്നിവയിൽ ഇക്കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. കുറ്റകരമായ യാത്രയിലും ഖസ്ർ ജംഅ് പറ്റും എന്ന ഒരു വീക്ഷണം ജവ്വസുൽ മുസ്നി അബി ഹനീഫത്ത, ഇമാം മുസ്നി, ഷാഫി മദ്ഹബുകാരനായ ഇമാം മുസ്നി തങ്ങൾ അനുവദനീയമാക്കിയിട്ടുണ്ട്. അബു ഹനീഫ തങ്ങളെ പോലെ തന്നെ അൽ ഖസ്റ, ഖസ്റിനെ വലൗലിൽ ആസി ബി സഫരിഹി, തൻ്റെ യാത്ര കൊണ്ട് തെറ്റുകാരനായ വ്യക്തിക്ക് പോലും പറ്റും. ഖസ്ർ പറ്റും, അപ്പോൾ ജമ്മും പറ്റും. ഇത് ഹുവ, കാരണം ഈ ഖസ്ർ അസീമത്തുൻ ഇൻദഹുമ, റുഖ്സയല്ല. ഈ യാത്ര ചെയ്യുന്ന സമയത്തും ഖസ്ർ എന്ന് പറയുന്നത് അവനക്ക് ചെയ്യേണ്ട ഒരു വിഷയമാണ്. വഫീഹി ഫുസ്അത്തുൻ അളീമത്തുൻ, അപ്പോൾ ഇവരുടെ ഈ വീക്ഷണത്തിൽ വലിയ ഒരു വിശാലതയുണ്ട്. കാരണം ഇത് എന്തൊരു ഗായത്തൻ നുദൂരി മുസാഫിറുൻ ഗൈറു ആസിൻ, കാരണം തെറ്റുകാരനല്ലാത്ത ഒരു യാത്രക്കാരൻ ഉണ്ടാവുക എന്നുള്ളത് അങ്ങേ അറ്റത്തെ നാദിറാണ്, അസംഭവ്യം എന്ന് പറയാവുന്ന വിധത്തിലാണ്, വളരെ ചുരുക്കാണ്. കമാലോ ഖാൻ അലഹി ദൈനുൻ ഹാലുൻ വഹുവ മലിഉൻ, ഓൻ്റെ മേൽ അവധിയെത്തിയ കടമുണ്ട്, ഓൻ കഴിവുള്ള ആളാണ്. ഇല്ലാബി തന്നെ ദായിനിഹി, അവനക്ക് ഓൻ്റെ കടക്കാരൻ്റെ തൃപ്തിയെ ഭാവിക്കൽ കൂടാതെ പോകാൻ പാടില്ലല്ലോ. അപ്പം അങ്ങനത്തെ കുഴപ്പമില്ല. മന അൽ ജംഅ മുത്തലക്കൻ, ഇവർ രണ്ടുപേരും ജംഇനെ പാടില്ല എന്നാണ് പറഞ്ഞത്, ഖസ്ർ പറ്റുന്ന ഇവർ പറഞ്ഞത്. ഇല്ലാഫിൻ നുസുക്കി ബി അറഫത്ത വ മുസ്ദലിഫത്ത, അറഫയിലും മുസ്ദലിഫയിലും ഉള്ള ആ സന്ദർഭത്തിൽ ഹജ്ജിലൊഴികെ ജമ്മു പറ്റില്ല എന്ന് പറഞ്ഞവരാണ് ഇമാം മുസ്നിയും അബു ഹനീഫ തങ്ങളും. മദ്ഹബുന കമാലിക്കിൻ വ അഹമ്മദ, നമ്മുടെ മദ്ഹബ് മാലിക്കി മദ്ഹബ്, അഹമ്മദ് ഹംബൽ തങ്ങളുടെ മദ്ഹബ്, ഇവരൊക്കെ മൻഉലിൽ ആസി, ദോഷിയായ വ്യക്തിക്ക് എന്ന് പറഞ്ഞാൽ യാത്ര കൊണ്ട് ആസിയായവനക്ക് ഈ ഖസ്ർ പാടില്ല എന്നാണ്. ഫസാറൽ ജംഉ ലിൽ ആസി മുംതനിഅൻ ഇത്തിഫാഖൻ ഫല്യതനബ്ബഹ് ലഹു, അപ്പം എന്തു വന്നു? ദോഷിയായ വ്യക്തിക്ക് ജമ്മ് പാടില്ല എന്ന കാര്യത്തിൽ എല്ലാവരും ഇത്തിഫാഖാണ്. എന്നാൽ ഖസ്ർ പറ്റും എന്നുള്ള കാര്യത്തിൽ അബു ഹനീഫ തങ്ങളും മുസ്നി തങ്ങളും അനുവദനീയമാവുമെന്ന വീക്ഷണത്തിലുമാണ് ഉള്ളത്. ബിഗ്യ 70.